രീതിയിൽ ആണ് ഇന്ന് ഗുജറാത്തിൽ ആ തെരഞ്ഞെടുപ്പ് പ്രക്രിയ നടന്നത്. അതിനെ സംബന്ധിച്ച് പരാതി ഉണ്ടായപ്പോൾ പരാതി പറഞ്ഞത് ആ സമയത്തല്ലെങ്കിൽ അപ്പോൾ തന്നെ റിട്ടേണിംഗ് ഓഫീസർക്ക് തള്ളിക്കളയാമല്ലോ. അപ്പോൾ റിട്ടേണിംഗ് ഓഫീസർ തള്ളിക്കളഞ്ഞിട്ടും ഇലക്ഷൻ കമ്മീഷൻ ഇപ്പോൾ ഏതാനും മണിക്കൂറുകളായിട്ട് ഇത് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് സംബന്ധിച്ച് BJPയുടെ 2 പ്രതിനിധി സംഘങ്ങൾ ഇലക്ഷൻ കമ്മീഷനെ കാണാൻ ചെന്നത് അതെല്ലാം എന്താ കാണിക്കുന്നത്? എന്തോ പ്രശ്നമുണ്ട് അതിൽ. ഈ ജനാധിപത്യപരമായ തെരഞ്ഞെടുപ്പ് നിയമം, അതിലെ ചട്ടങ്ങൾ ലംഘിച്ചതുമായി ബന്ധപ്പെട്ട് അത്ര എളുപ്പത്തിൽ തള്ളിക്കളയാൻ ഇലക്ഷൻ കമ്മീഷന് കഴിയാത്ത എന്തോ ചിലതുണ്ട്. അല്ലെങ്കിൽ അവർ ഉടനെ ചെയ്യുമായിരുന്നല്ലോ. അത് ഈ മോദി ഭരണത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ കാണുന്നുണ്ട്. അത് പാർലമെൻറ്റിൽ രാജ്യസഭയെ മുഴുവൻ അപ്രസക്തമാകുന്ന രീതിയിൽ അവർ പലതും ചെയ്യുന്നുണ്ട്. ലോക്സഭയിലും രാജ്യസഭയിലും അപ്പം ചുടുന്ന രീതിയിൽ അവർ നിയമങ്ങൾ പാസ്സാക്കിയെടുക്കുന്നുണ്ട്. ഇതൊക്കെ ജനങ്ങളെ ബാധിക്കുന്ന, നമ്മുടെ രാജ്യത്തെ ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ. ആ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യേണ്ട ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നതിൽ ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ കഴിഞ്ഞ വർഷം അതിനു മുമ്പുള്ള വർഷവും ഉണ്ടായ കീഴ്വഴക്കം അത് ലംഘിച്ചുകൊണ്ട് എന്തുകൊണ്ട് ഗുജറാത്തിൽ ഇപ്പോൾ ഈ തരത്തിൽ പ്രവർത്തിക്കുന്നു? അതിന് ഇലക്ഷൻ കമ്മീഷനും അവർക്ക് കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാരും അനുകൂലമായി നിൽക്കുന്നു തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങളാണ് വരുന്നത്. ആ പ്രശ്നമാണ് കൈകാര്യം ചെയ്യേണ്ടത്. അത് ഞാൻ താങ്കളേക്ക് തിരികെ എത്താം. ശ്രീ സന്തോഷ് ജോയി, ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട വലിയ തർക്കവിതർക്കങ്ങൾ നടക്കുകയാണ്. പക്ഷേ അതിനു മുൻപ് രാഷ്ട്രീയ നിരീക്ഷണ നിലയിൽ താങ്കളോട് ചോദിക്കുന്ന ഒരു ചോദ്യം, എല്ലാവരുടെയും മനസ്സിൽ ഉള്ള ചോദ്യം, 5 മണിക്ക് ശേഷം നാം ഈ വിധി എന്താണെന്ന് അറിയേണ്ടിയിരുന്നതാണ്. നിലവിലെ സാഹചര്യം വെച്ച് ശ്രീ സന്തോഷ് ജോയി, അഹമ്മദ് പട്ടേൽ ജയിച്ചിട്ടുണ്ടാകുമോ അതോ തോറ്റിട്ടുണ്ടാകുമോ? ഒരുപക്ഷെ ഈ ഇലക്ഷൻ കമ്മീഷൻ്റെ ഈ ഒരു റിസൾട്ടിന് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇലക്ഷൻ കമ്മീഷനിൽ വരാൻ ഇത്രയും സമയം പിടിക്കുന്നതിൻ്റെ കാരണം തന്നെ കോൺഗ്രസ് ഉന്നയിക്കുന്ന വിഷയത്തിൽ ബലമുണ്ട്. ദർ ഈസ് പോയിന്റ് ടു വാട്ട് കോൺഗ്രസ് ഇസ് റേസിങ്. കാരണം അതിനൊരു പ്രസിഡൻസ് ഉണ്ട്. ഇപ്പം അത് ഒരു ലോവർ കോർട്ടായാലും സുപ്രീം കോർട്ടായാലും ഹൈക്കോർട്ടായാലും പ്രസിഡൻസിനെ മറികടന്ന് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇലക്ഷൻ കമ്മീഷൻ 2000-ലും കഴിഞ്ഞ വർഷം 2016-ലും ഒരു ജഡ്ജ്മെൻറ്റ് കൊടുത്തെങ്കിൽ അതിൻ്റെ ആ പ്രസിഡൻസിനെ മറികടന്ന് ഇലക്ഷൻ കമ്മീഷൻ ഇലക്ഷൻ കമ്മീഷൻ അതിനുവേണ്ടി ഒരു വയാ മീഡിയ കണ്ടെത്താൻ വേണ്ടിയായിരിക്കും ഈ സമയം തേടിയെത്തുന്നത്. പക്ഷേ ഒരു കാര്യം നമ്മൾക്ക് മനസ്സിലാക്കേണ്ടത്, അഹമ്മദ് പട്ടേൽ തോറ്റാലും ജയിച്ചാലും, ഒരുപക്ഷെ അഹമ്മദ് പട്ടേൽ തോറ്റാലും അഹമ്മദ് പട്ടേൽ സോണിയാഗാന്ധിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി തന്നെ ആയിട്ട് തുടരും. അഹമ്മദ് പട്ടേൽ തോറ്റാലും ജയിച്ചാലും BJPക്ക് രാജ്യസഭയിൽ ഇനിയും വരാൻ പോകുന്ന സമയത്ത് മെജോറിറ്റി കിട്ടും. പക്ഷേ എന്തുകൊണ്ടാണ് ഈ അഹമ്മദ് പട്ടേലിനെ തോൽപ്പിക്കണം, അല്ലെങ്കിൽ ഈ ഗുജറാത്ത് മത്സരത്തിൽ ഇങ്ങനത്തെ ഒരു സാഹചര്യം BJP കോൺഗ്രസ്സിന് ഉണ്ടാക്കേണ്ടി വരുന്നത് നമുക്ക് മനസ്സിലാക്കണം. അത് വരാൻ പോകുന്ന ഗുജറാത്തിലെ ഇലക്ഷന് വളരെയേറെ ബാധിക്കുന്ന ഒരു സംഭവമാണ്. കാരണം ഗുജറാത്തിലെ ഇലക്ഷനിൽ, ഈ ഗുജറാത്തിനെ വരാൻ പോകുന്ന ഇലക്ഷനകത്ത് ഗുജറാത്തിൻ്റെ പല ഘടകങ്ങൾ, ഇൻക്ലൂഡിങ് ക്ലോത്ത് ട്രേഡേഴ്സ്, ഇൻക്ലൂഡിങ് ഡയമണ്ട് ട്രേഡേഴ്സ്, പട്ടേൽ കമ്മ്യൂണിറ്റി മൊത്തം തന്നെ ആകമാനം BJP ആയിട്ട് വളരെ വളരെ പ്രയാസപ്പെട്ട് മാറി നിൽക്കുന്ന ഒരു സമയമാണ്. ആ കാലത്ത് BJPക്ക് ഈ ഇലക്ഷനിൽ ഒരു മോറൽ വിക്ടറി ജയിച്ചിട്ട് കോൺഗ്രസിൻ്റെ ഒരു സപ്പോർട്ട് ബേസ് ഇങ്ങോട്ട്, ഒരുപക്ഷെ ഈ രാജ്യസഭ തേർഡ് കാൻഡിഡേറ്റ് ഒരു കച്ചവടമാണെന്ന് നമ്മൾ പറഞ്ഞാൽ ചിലപ്പോൾ BJPക്കാർ അതിനെ ഒപ്പോസ് ചെയ്യും. പക്ഷേ എന്തുകൊണ്ടാണ് കോൺഗ്രസ് വിട്ടിട്ട് BJPയിലോട്ട് വന്നത്? എന്തുവാണ് ഇൻസെൻറ്റീവ്? ആ രാജ്യസഭയിലോട്ട് പോകണം. അത് മാത്രമല്ല, എന്തോ ഇൻസെൻറ്റീവ് കണ്ടിട്ടാണ് ഈ ഇലക്റ്റഡ് പീപ്പിൾസ് റിപ്രസെൻറ്റേറ്റീവ്സ് കളം മാറി BJPയിലോട്ട് പോകുന്നത്. അത് ത്രിപുരയിലായാലും അത് മറ്റ് രാജ്യങ്ങളിലായാലും കർണാടകയിലായാലും, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് BJPയിലോട്ട് പോകുന്നത്? ആ കാര്യം നോക്കാൻ എന്തുകൊണ്ട് ഈ സെൻട്രൽ ഗവൺമെൻറ്റിന് ഒരു ഉന്മേഷമില്ല?
ഈ കോൺഗ്രസിൻ്റെ MLA-മാരെ കാത്തു സൂക്ഷിക്കുന്നു പറഞ്ഞിരുന്ന ആ മിനിസ്റ്ററിനെ അഗേൻസ്റ്റ് റെയ്ഡ് ചെയ്തു. പക്ഷേ ഈ കോൺഗ്രസിൻ്റെ MLA-മാരെ ആരാണ് ഭീഷണിപ്പെടുത്തുന്നത്? കോൺഗ്രസിൻ്റെ 6 MLA-മാർ എന്തുകൊണ്ട് കോൺഗ്രസ് വിട്ടിട്ട് BJP-യിലോട്ട് പോയി? ഇതിനകത്ത് പൈസയുടെ ചെലവുകളുണ്ടോ, പൈസയുടെ കച്ചവടങ്ങളുണ്ടോ? ഇതൊന്നും മനസ്സിലാക്കാൻ എന്തുകൊണ്ട് ഒരു കേന്ദ്ര സർക്കാരിന് ഉന്മേഷമില്ലെന്നുള്ളൊരു കാര്യം വളരെ ദുഃഖമാണ്. കാരണം ഇത് ഈ ഇലക്ഷന് മാത്രമല്ല, ഇനി വരാൻ പോകുന്ന പല ഇലക്ഷനെ ബാധിക്കുന്ന ഒരു സംഭവമാണ്. കാരണം രാജ്യസഭ ഇലക്ഷൻസ് ഒരുപക്ഷെ നമ്മൾ പല വർഷങ്ങൾ കണ്ടത് രാജ്യസഭ ഈസ് മോർ സോബർ. രാജ്യസഭ ഈസ് കോൾഡ് ആസ് ദ ഹൗസ് ഓഫ് എൽഡേഴ്സ്. അപ്പം അതിൻ്റെ ഇലക്ഷനകത്ത് കുറച്ചൊരു സോബറിറ്റി ഉണ്ട്. പക്ഷേ ഇതൊരു വളരെ ഒരു ഫാക്ഷണൽ ഫൈറ്റ് ആയിട്ട് മാറി. ഇലക്ഷൻ കമ്മീഷന്റെ ഇവിടെ നിങ്ങൾ പറയുന്നു ഇത് ജനാധിപത്യത്തിന്റെ, ഒരു നിമിഷം ശ്രീ സന്തോഷ് ജോയി, ഇത് നിങ്ങൾ പറയുന്നു ജനാധിപത്യത്തിന്റെ കടക്കൽ കത്തിവെക്കലാണ്, ജനാധിപത്യ സംവിധാനങ്ങളെ ഒന്നൊന്നായി ദുർബലപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് നരേന്ദ്രമോദി സർക്കാർ. പക്ഷേ അങ്ങനെയെങ്കിൽ നിങ്ങൾ ഗൗരവത്തോടെ പരിശോധിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്തുകൊണ്ട് ഈ ഗുജറാത്ത് രാജ്യസഭാ തെരഞ്ഞെടുപ്പ് എന്നത് ജനാധിപത്യവും ജനാധിപത്യത്തെ തകർക്കുന്ന ശക്തികളും എന്ന നിലയിൽ നിങ്ങൾക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയാതെ പോയി? അതെന്തുകൊണ്ട് അമിത്ഷാ വേഴ്സസ് അഹമ്മദ് പട്ടേൽ എന്ന നിലയിലേക്ക് ചുരുങ്ങി? ഒരു ഘട്ടത്തിൽ അഹമ്മദ് പട്ടേൽ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ എൻ്റെ യുദ്ധം അമിത്ഷായോടാണ് എന്ന്. അപ്പോൾ ഇങ്ങനെ വ്യക്തിതലത്തിലുള്ള ഏറ്റുമുട്ടലിൻ്റെ ഒരു തലത്തിലേക്ക് ഇതിനെ ഇകഴ്ത്തിയതാരാണ്? നിങ്ങളല്ലാതെ. ഇനി മറ്റൊരു കാര്യം, നിങ്ങൾ പറയുന്നു ഇവിടെ ഈ പറയുന്ന ഇലക്ഷൻ കമ്മീഷൻ നീതിപൂർവ്വം പ്രവർത്തിക്കുന്നില്ല, 5 മന്ത്രിമാർ തന്നെ ഇറങ്ങി ഈ ഭരണഘടനാ സംവിധാനത്തെ ദുർബലമാക്കുന്നുവെന്ന്. ഇത് ഗുജറാത്തിൽ പല ഘട്ടങ്ങളായി നടന്ന ഓരോ കാര്യങ്ങളുടെ അവസാനത്തെ രംഗമാണല്ലോ. ഇവിടെ മാത്രമാണ് നിങ്ങൾക്കൊരു പക്ഷേ അധികാരമില്ലാത്തതുകൊണ്ട് നിസ്സഹായരായി നിൽക്കേണ്ടി വരിക. ഞാൻ ചോദിക്കുന്നത്, ആദ്യഘട്ടത്തിൽ ഈ പറയുന്ന 6 MLA-മാർ വഗേലയ്ക്കൊപ്പം മാറിയ ഘട്ടത്തിൽ നിങ്ങൾ എവിടെയായിരുന്നു? 6 പേർ പോയത് 28-ാം തീയതി ജൂലൈ, 29-ാം തീയതിയും 28-ാം തീയതിയുമായി, 7 പേർ വിട്ടുനിന്നത് അതിനുശേഷം. ഈ ഘട്ടങ്ങളിലൊക്കെ നിങ്ങൾ എവിടെയായിരുന്നു? മാത്രമല്ല വഗേലയെ ഇങ്ങനെ മാറ്റി കൊണ്ടുപോകുന്നതും ഈ രാജ്യസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള അമിത്ഷായുടെ തന്ത്രമായിരുന്നു എന്ന് നിങ്ങളറിയാതെ പോകുന്നുവെങ്കിൽ അത് നിങ്ങളുടെ പോരായ്മയാണ്, നിങ്ങളുടെ പരാജയമാണ്. അപ്പോൾ ഓരോ ഘട്ടങ്ങളിലും നിങ്ങളുടെ കാൽക്കീഴിലെ മണ്ണ് ഓരോ ഘട്ടങ്ങളിലായി പോവുകയാണ്. അവസാനം അതിനെല്ലാം നിങ്ങൾ വില കൊടുക്കേണ്ടി വരുന്നൊരു സന്ദർഭം വരുമ്പോൾ നിങ്ങൾ മുഖ്യശത്രുവായി കേന്ദ്രഭരണം കൈയാളുന്ന BJP-യെ കാണുന്നു. ഇങ്ങനെ ഉത്തരവാദിത്തം കൈമാറിയതുകൊണ്ട് നിങ്ങളുടെ നിസ്സഹായത മാത്രമാണ് കൂടുതൽ വ്യക്തമാകുന്നത് ശ്രീ ആന്റോ ആന്റണി, അല്ലാതെ ജനാധിപത്യം പുലരണമെന്ന നിങ്ങളുടെ നീതിബോധമൊന്നുമല്ല. വേണു, ജനാധിപത്യത്തിൽ പ്രതിപക്ഷത്തിനൊരു സ്പേസ് ഉണ്ട്. അത് ജനാധിപത്യത്തിൻ്റെ നിലനിൽപ്പിനും അത് ആവശ്യമായിട്ടുള്ളതാണ്. ആ സ്പേസ് ഇല്ലെന്നാക്കാനാണ് അമിത്ഷാ മോഡി കൂട്ടുകെട്ട് ശ്രമിക്കുന്നത്. ആ സ്പേസ് ഇല്ലെന്നായാൽ വിമർശനങ്ങളില്ല, ഏത് ഏകാധിപത്യവും അടിച്ചേൽപ്പിക്കാം, ഇഷ്ടമില്ലാത്ത എല്ലാവരെയും ഉന്മൂലനം ചെയ്യാം, അങ്ങനെയുള്ള ഒട്ടേറെ കാര്യങ്ങൾ നടക്കും. ഇങ്ങനെയുള്ള ഏകാധിപതികൾ എല്ലാ കാലത്തും ചെയ്യുന്നത് എല്ലാ ഭരണഘടനാ സ്ഥാപനങ്ങളും കൈക്കലാക്കും. അതിന് പല മാർഗങ്ങളും പല മാനദണ്ഡങ്ങളും പല തത്വശാസ്ത്രങ്ങളും അവർ പറയും. അങ്ങനെയാണ് നമ്മൾ ലോകത്ത് എവിടെ ഏകാധിപതികൾ അധികാരത്തിൽ വന്നിട്ടുണ്ടോ അവരെല്ലാം ചെയ്ത കാര്യങ്ങൾ അത് തന്നെയാണ്, അതിലേക്ക് തന്നെയാണ് ഈ പോകുന്നത്. ഒരു ജനാധിപത്യ ഭരണ സംവിധാനത്തിൽ എന്തിനാണ് പ്രതിപക്ഷത്തെ ഭയപ്പെടുന്നത്? പ്രതിപക്ഷം ജനാധിപത്യത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമല്ലേ? സമ്മതിക്കാനും വിയോജിക്കാനും അഭിപ്രായങ്ങൾ പ്രതിപക്ഷം വേണ്ട. നിങ്ങളെയാണ് വിമർശനത്തോടെ കാണേണ്ടത് ശ്രീ ആന്റോ ആന്റണി. ഇപ്പോൾ അരുണാചലിൽ എന്ത് സംഭവിച്ചു? ത്രിപുരയിൽ എന്ത് സംഭവിച്ചു? ഗോവയിൽ നിങ്ങൾക്ക് ജനവിധി അനുകൂലമായി, പക്ഷെ ദിഗ്വിജയ് സിംഗ് ഒന്ന് ഉറങ്ങാൻ കിടന്നു, പിറ്റേ ദിവസം രാവിലെ സംവിധാനം മുഴുവൻ മാറി. വേണു, എന്തിന് രാഷ്ട്രീയക്കാരെ പറയുന്നു? ഇവിടെ സ്വതന്ത്രമായി റിപ്പോർട്ട് ചെയ്യുന്ന ഏതെങ്കിലും ഒരു മാധ്യമത്തിൻ്റെ 2 ദിവസം തികച്ച റിപ്പോർട്ട് ചെയ്യാവോ? അവിടെ ഇൻകം ടാക്സും അവിടെ റവന്യൂ ഇൻ്റലിജൻസും CBI-യും പോലീസും പട്ടാളവും എല്ലാം കയറി നിരങ്ങിയല്ലേ? ഇതൊരു ജനാധിപത്യ രാഷ്ട്രത്ത് ഇങ്ങനെയൊരു സംഭവം ഉണ്ടായിട്ടുണ്ടോ? അപ്പോൾ പിന്നെ MLA-മാരെ എങ്ങനെ കൂറുമാറ്റി എന്നുള്ളതിന് നമ്മൾ കൂടുതൽ ഗണിച്ചു പോകേണ്ട കാര്യമുണ്ടോ? ഭരണത്തിൻ്റെ എല്ലാ ഭീകരതയും ഇവിടെ അഴിഞ്ഞാടുകയാണ്. പണത്തിൻ്റെ കുത്തൊഴുക്കാണ്.
ഇവിടുത്തെ കോർപ്പറേറ്റുകൾ പണത്തിന്റെ കുത്തൊഴുക്കെന്ന് പറയുമ്പോൾ ശ്രീ നിങ്ങൾ ഈ 44 MLA-മാരെ കർണാടകയിൽ കൊണ്ടുപോയി താമസിപ്പിച്ചപ്പോൾ ഒരാൾക്കായി ചെലവിട്ടത് 5 ലക്ഷം രൂപ വെച്ചാണ്. ആ പണം എവിടെ നിന്ന് വന്നു? ഇപ്പോൾ തിരിച്ച് ആനന്ദിൽ കൊണ്ടുവന്ന് 24 മണിക്കൂർ താമസിപ്പിക്കുമ്പോൾ നിങ്ങൾ 50 മുറിയാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്, 100 മുറികളുള്ള റിസോർട്ടിൽ, അവരുടെ എല്ലാ ചിലവുകളും വഹിച്ചുകൊണ്ട്. ഇതിനുള്ള പണം എവിടെ നിന്നാണ്? അതിനേക്കാൾ മുമ്പ് വേണു ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. ഈ കൂറുമാറിയ ഓരോ MLA-മാർക്കും 15 കോടി ഉറുപ്പിക വാഗ്ദാനം ചെയ്യുകയും ആ വാഗ്ദാനം സ്വീകരിക്കാതെ നിന്നവരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് അവർ ബാംഗ്ലൂരിലേക്ക് പോയത് എന്നുള്ള വാദം മറച്ചു പിടിക്കരുത്. അതാണ് യഥാർത്ഥ. അത് നിശ്ചയമായും ചോദിക്കാം ശ്രീ ജി ആർ പത്മകുമാറിനോട്. പക്ഷേ ശ്രീ ആന്റോ, നിങ്ങളൊരു പരിശോധന നടത്തേണ്ടതുണ്ട്. ജയറാം രമേശ് അടക്കമുള്ളവർ പറയുന്ന കാര്യം അതാണല്ലോ, നിങ്ങൾ നേരിടുന്നതൊരു ഇലക്ട്രൽ ക്രൈസിസ് അല്ല. അത് നിങ്ങൾ 96 മുതൽ 2004 വരെ നേരിട്ടിട്ടുണ്ടാകാം, 77-ൽ നേരിട്ടിട്ടുണ്ടാകാം. പക്ഷേ ഇപ്പോഴുള്ളതൊരു എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസ് ആണ്. അതിനെ ആ നിലയിൽ തന്നെ അഭിമുഖീകരിക്കേണ്ടതുണ്ട്. മോദിയും ഷായുമാണ് നിങ്ങൾ നേരിടേണ്ട ശക്തികൾ. അവർ വ്യത്യസ്തമായി ചിന്തിക്കുന്നു, വ്യത്യസ്തമായി പ്രവർത്തിക്കുന്നു. പഴയ മുദ്രാവാക്യങ്ങൾ കൊണ്ട് നേരിടാൻ കഴിയില്ല. ഇതൊക്കെ നിങ്ങളോട് പറഞ്ഞു തുടങ്ങിയിരിക്കുന്നതാണ്. കുറഞ്ഞപക്ഷം ഒരു ജയറാം രമേശെങ്കിലും. നിങ്ങളിപ്പോൾ ഒരു ആസ്ഥാനമായി കാണുന്നത് ഒരു രക്ഷാകേന്ദ്രമായി, ജനാധിപത്യത്തെ നിലനിർത്താൻ രക്ഷാകേന്ദ്രമായി നിങ്ങളെ പുനരധിവസിപ്പിക്കുന്നത് കർണാടകയിലാണല്ലോ. അവിടെ ഒന്നുകൂടിയുള്ള നേതാവാണ് അദ്ദേഹം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തെറ്റാണെങ്കിൽ തിരുത്തണം. അപ്പോൾ ഇങ്ങനെയുള്ള ചില വീണ്ടും വിചാരങ്ങൾ വരുന്നു. ഈ വീണ്ടും വിചാരങ്ങളുടെ അഭാവം നിങ്ങളെ പല കുഴികളിൽ കൊണ്ട് ചാടിച്ചിട്ടുണ്ടാകാം. അതിലൊരു കുഴിയാണ് ഈ രാജ്യസഭ. വേണു, നമ്മളൊരു ജനാധിപത്യ രാഷ്ട്രത്തിൽ നിൽക്കുകയാണ്. ജനാധിപത്യത്തിൻ്റെ രീതിയിലോ ജനാധിപത്യ മാതൃകകളിലോ പ്രതികരിക്കാത്ത ഒരു സംവിധാനം ഈ രാജ്യത്ത് ആദ്യമുണ്ടാകുകയാണ്. ഇപ്പം BJP എന്ന് പറയുന്ന ഒരു മുഖംമൂടി, ഒരു ലേബല് മാത്രം. ഈ തീരുമാനങ്ങളൊക്കെ എവിടെ നിന്നാണ് വരുന്നത്? ഈ തീരുമാനങ്ങളെല്ലാം നാഗ്പൂരിൽ നിന്നാണ്, സംഘപരിവാറിന്റെ കേന്ദ്രത്തിൽ നിന്നാണ്. സഹിഷ്ണുത തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത ശ്രീ ജി ആർ പത്മകുമാർ, ഇവിടെ ഗുരുതരമായ കാര്യങ്ങളാണ് ശ്രീ ആന്റോ ആന്റണി ആയാലും ശ്രീ CP നാരായണനായാലും ഉന്നയിക്കുന്നത്. ഒരാൾ ലോക്സഭയെ പ്രതിനിധീകരിക്കുന്നു, ഒരാൾ രാജ്യസഭയെ പ്രതിനിധീകരിക്കുന്നു. ശ്രീ ആന്റോ ആയാലും ശ്രീ CP ആയാലും നിങ്ങൾ എന്തിനെയാണ് പ്രതിനിധീകരിക്കുന്നത്? നിങ്ങൾ ഈ രണ്ട് സംവിധാനങ്ങളെയും നിങ്ങളുടെ പരിധിയിലാക്കാനുള്ള കുതന്ത്രങ്ങളെയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് 2 രാജ്യസഭാ സീറ്റുകൾ ഉറപ്പാണ്. 31 സീറ്റ് നിങ്ങൾക്ക്, 31 വോട്ട് നിങ്ങൾക്ക് ബാക്കിയുണ്ട്. അതിന് ജനാധിപത്യം വില കൊടുക്കേണ്ടി വരുന്നു എന്ന് പറയുന്നത് എത്രമാത്രം ആശാസ്യമായ ഒന്നാണ്. ഇപ്പോൾ മറ്റ് ഇപ്പോൾ കേരളത്തിൽ മൃഗീയമായ ഭൂരിപക്ഷമാണ് പിണറായി സർക്കാരിന്. 2 പേരെ ജയിപ്പിക്കാം, മൂന്നാമതൊരാളെ വിമതനാക്കി കണ്ടെത്തിക്കൊണ്ട് എന്നാൽ പിന്നെ ബാക്കിയുള്ള വോട്ട് മുഴുവൻ അങ്ങനെ ചെയ്യാം എന്ന് കരുതാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അവിടെയാണ് സാർ ഗുജറാത്തും കേരളവും രണ്ടാമത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഗുജറാത്തിൽ ചിലവാകുന്ന കേരളത്തിൽ ചിലവാകില്ല എന്ന്. ഇല്ല, അതൊക്കെ താങ്കളുടെ ഒരു മാധ്യമ നിരീക്ഷണമാണ്. അതിന് ഞാൻ മറുപടി പറയുന്നില്ല. നിങ്ങൾ ഈ ഞങ്ങൾ ജനാധിപത്യ വിരുദ്ധമായിട്ട് അവിടെ ഒന്നും പ്രവർത്തിച്ചിട്ടില്ല. കോൺഗ്രസിനെ ശക്തിപ്പെടുത്തുക എന്നുള്ള, അല്ലെങ്കിൽ അവിടുത്തെ പ്രതിപക്ഷത്തെ ശക്തിപ്പെടുത്തുക. ഞാൻ പറയട്ടെ, നിങ്ങൾ ജനാധിപത്യം എന്താ ഉദ്ദേശിച്ച് മനസ്സിലാവുന്നില്ല എനിക്ക്. അല്ല, ഞാനൊന്ന് പറഞ്ഞോട്ടെ വേണു, ഇല്ലെങ്കിൽ പിന്നെ ചർച്ച വെറുതെ ആവും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പാർട്ടി എന്നുള്ള നിലയിൽ പഞ്ചായത്ത് മെമ്പർ മുതൽ ഇന്ത്യൻ പ്രസിഡന്റ് വരെ ആളുകൾ ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് വരണമെന്ന് ആഗ്രഹിക്കും. അത് ഞങ്ങളുടെ സ്വാർത്ഥത. പിന്നെ അതനുസരിച്ച് ഞങ്ങൾ പ്രവർത്തിക്കും. ഞങ്ങൾക്ക് ഗുജറാത്തിൽ 2 ആളുകളെ ജയിപ്പിക്കാനുള്ള വോട്ടുണ്ട്. കുറച്ച് വോട്ട് മിച്ചം വന്നു, അത് മൂന്നാമതൊരു സ്ഥാനാർത്ഥിക്ക് ഞങ്ങൾ ചെയ്യും. അയാൾക്ക് ആര് വോട്ട് ചെയ്യുന്നു എന്നുള്ള കാര്യം ഞങ്ങൾ തിരക്കേണ്ട കാര്യമില്ല. ഞങ്ങൾക്ക് അധികം വരുന്ന വോട്ട് കോൺഗ്രസിന് ചെയ്തു കൊടുക്കണം. ഒരു നിമിഷം, നിങ്ങൾ ഗുജറാത്തിന്റെ നിയമസഭാ ഘടനയെ തന്നെ മാറ്റുകയാണ് ചെയ്യുന്നത്. 182 അംഗ സഭയിൽ നിങ്ങൾക്ക് 121 അതിനെ നിങ്ങൾ 176 ആക്കുന്നു. നിങ്ങളാക്കുന്നു 176 ആക്കുന്നു. 6 പേരെ കൊണ്ട് രാജിവെപ്പിച്ചുകൊണ്ട് 7 പേരെ കോൺഗ്രസിൽ നിന്നും ഈ പറയുന്ന BJPയിൽ നിന്നും വ്യത്യസ്തമായൊരു നിലയെടുത്ത് നിർത്തുകയാണ് ചെയ്യുന്നത്. ഈ നീക്കങ്ങളെല്ലാം നിങ്ങൾക്ക് നടത്താൻ കഴിയുന്നത് കൊണ്ടാണ് 45 ഒരു മാജിക് നമ്പർ ആകുന്നത്. അവിടെയാണ് നിങ്ങൾക്ക് സ്വയം കൽപ്പിക്കാൻ കഴിയുന്ന ഒരു അമിത പ്രാധാന്യം നിങ്ങളുടെ 31 വോട്ടുകൾക്ക് ഉണ്ടാകുന്നത്. അല്ലല്ല, നിങ്ങൾ ഈ 31 വോട്ടുകൾക്ക് ഒരു പ്രാധാന്യം ഉണ്ടാക്കുന്നത് നിങ്ങളുടെ എഞ്ചിനീയറിംഗിലൂടെയാണ്. അത് ഞങ്ങളുടെ സംഘടനാ മികവ്. നിങ്ങൾ നിയമസഭയുടെ ഘടനയാണ് ഘടന എന്ന് നിങ്ങൾ എന്തുകൊണ്ട് വെച്ചു? അത് ഞങ്ങളുടെ സംഘടനാ മികവ്. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഞാൻ ഒരു സംഘടനാ മികവ് സ്വന്തമായ ആളുകൾ, ഞാനൊന്ന് ചോദിച്ചോട്ടെ. സംഘടനാ മികവ് എന്ന് വെച്ചാൽ സ്വന്തമായ ആളുകൾ. ഇത് സംഘടനാ മികവല്ല, ഇത് പണം. എനിക്ക് പറയാനുള്ള അവസരം നിങ്ങൾ ഏകപക്ഷീയമായി പോകും. ഞങ്ങള്
ബാക്കി വന്ന വോട്ട് വേറെ സ്ഥാനാർത്ഥി കൊടുത്തു, ആ സ്ഥാനാർത്ഥിക്ക് വേറെ ആളുകൾ വോട്ട് ചെയ്തു. അത് എന്താ പ്രശ്നം? നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇതേ സമയത്ത് ബാക്കി 31 വോട്ട് മാത്രം കൊടുത്തുകൊണ്ട് നിങ്ങളുടെ തന്നെ മൂന്നാമത്തെ സ്ഥാനാർത്ഥിയെ നിർത്താം. ആയിക്കോട്ടെ, ഞങ്ങളെ മിച്ചമെന്ന വോട്ട് കൊടുക്കുന്നു. ആയിക്കോട്ടെ, വേണം ഒരു കാര്യം മനസ്സിലാക്കാനുള്ളത്. ഞങ്ങൾ നിർത്തുന്ന സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ഞങ്ങൾ ആർക്കെങ്കിലും വോട്ട് ചെയ്താൽ വിലയ്ക്ക് വാങ്ങുന്നു എന്ന് നിങ്ങൾ പറയും. ഞാൻ ചോദിക്കട്ടെ, ഇതേ സമയത്ത് പശ്ചിമ ബംഗാളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ടല്ലോ. പശ്ചിമ ബംഗാളിൽ സ്വന്തം സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് നിർത്തിയപ്പോൾ CPM സ്ഥാനാർത്ഥി നിർത്തിയിട്ട് മനഃപൂർവ്വം കോൺഗ്രസ്